എൻ്റെ ലൈഫ് ഇനി എന്താകും, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മെജോറിറ്റി ഉള്ളത്. ഇതിനെ നമ്മൾ ആങ്സൈറ്റി എന്ന് പറയും. ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ. ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. ഒന്നാമത്തെ ടിപ്പ്, പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്. അതായത് ബ്രീത്ത് എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മൈൻഡിനെ കാം ആക്കാനായിട്ടും നമ്മുടെ ചിന്തകളെ റെഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് റിലാക്സേഷൻ ടെക്നിക്കാണ്. രണ്ടാമത്തെ ടിപ്പ്, എക്സസൈസ് റെഗുലറായി നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടും നല്ല ഉറക്കം ലഭിക്കുന്നതിനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ആളുകൾക്ക് ആങ്സൈറ്റി വരാനായിട്ടുള്ള റീസൺ ഉറക്കമില്ലായ്മ കൂടിയാണ്. സോ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നതിലൂടെ പ്ലഷർ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മളെ കൂടുതൽ കാംനെസ്സിലേക്ക് എത്തിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് എക്സസൈസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടിപ്പ്, ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. ഒരുപാട് ആളുകളുടെ ഇന്നത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. അത് മാറ്റി നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു സ്ലീപ്പ് റൊട്ടീൻ കൊണ്ടുവരാണെങ്കിൽ അത് നമ്മുടെ ആങ്സൈറ്റിയെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മിനിമം ഒരാൾക്ക് 6 മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ സ്ട്രെസ്സിനെ, നമ്മുടെ പെയിനിനെ ഒക്കെ റിലീസ് ചെയ്യാൻ സാധിക്കാം. സോ കറക്റ്റായിട്ടുള്ളൊരു സ്ലീപ്പ് റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ടിപ്പ്.